ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു സാറാമാക്സ് ട്രേഡിംഗ് അക്കാഡമി. അതെ, ഇത് നിങ്ങളുടെ എപ്പിസോഡ് നമ്പർ 4 ഓഫ് ഫോറക്സ് ലേണിംഗ് സീരീസ് ആകാരം. അതെ, കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് നിങ്ങൾ പഠിച്ചത് എന്ന് നോട്ട് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് തന്നെ മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോയിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് സ്പ്രെഡ് എന്നുള്ളത്. നിങ്ങൾ കുറേ അധികം റീല് കണ്ടിട്ടുണ്ടാവും. സ്പ്രെഡ് കാരണം എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു, സ്പ്രെഡ് കാരണം എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു, അതേപോലെ സ്പ്രെഡ് ഭയങ്കര വലുതായിരുന്നു, ആ പേര് നോക്കാൻ പാടില്ല, സ്പ്രെഡ് കൂടുതൽ. അങ്ങനെ എന്താണ് സ്പ്രെഡ് എന്ന് നോക്കിയാൽ നമുക്ക് ആദ്യം സ്പ്രെഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബൈയിങ് പ്രൈസ് ആൻഡ് ദ ആസ്കിങ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഇൻ ട്രേഡിങ്. ബൈയിങ് പ്രൈസിന് നമ്മൾ ആസ്ക് എന്ന് പറയുന്നു, സെല്ലിംഗ് പ്രൈസിന് നമ്മൾ ബിഡ് എന്ന് പറയുന്നു. ഇറ്റ്സ് ലൈക്ക് എ സ്മോൾ ഫീ ഓഫ് ബ്രോക്കർ ചാർജസ്. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ സിമ്പിളാക്കി പറഞ്ഞു തരാം. സ്പ്രെഡ് എന്ന് പറയുന്നത് ബ്രോക്കറിൻ്റെ ഫീനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. സോ അത് എങ്ങനെയാണ് ബ്രോക്കറിൻ്റെ ഫീ എന്ന് പറയുന്നത്? സ്പ്രെഡ് ഞാൻ സിമ്പിളായി ഒരു കഥ പോലെ ഞാൻ പറഞ്ഞു തരാം. ഒരു ദിവസം ഒരു വെജിറ്റബിൾ ഷോപ്പിലേക്ക്, നമ്മൾ മുൻപേ പറഞ്ഞ അതേ സ്റ്റോറി തന്നെ, വെജിറ്റബിൾ ഷോപ്പിലേക്ക് 1 കിലോ ഓണിയൻ വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ 1 കിലോ ഓണിയൻ വാങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 50 രൂപക്കാണ് ഞാൻ ഓണിയൻ വാങ്ങാൻ കരുതിയത്. പക്ഷേ ആ കടക്കാരൻ പറഞ്ഞു 50 രൂപക്ക് ഇവിടെ ഓണിയൻ ലഭിക്കില്ല, പകരം 60 രൂപക്കേ ഇവിടെ കിട്ടുകയുള്ളൂ എന്ന്. 60 രൂപക്ക് ഇവിടെ ഒണിയൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നു? ആ 60 രൂപക്ക് ഞാൻ ആ ഒണിയൻ വാങ്ങേണ്ടി വന്നു. ഇനി അതേ സമയത്ത് 1 കിലോ ഒണിയൻ ഞാൻ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. 1 കിലോ ഒണിയൻ ഞാൻ 50 രൂപക്കാണ് വിൽക്കാൻ വേണ്ടി കരുതിയത്. പക്ഷേ എനിക്ക് 50 രൂപക്ക് വിൽക്കുമ്പോൾ ആരും എൻ്റെ അടുത്ത് വാങ്ങുന്നില്ല. പകരം ഞാൻ 40 രൂപയ്ക്ക് എന്നെ കൊണ്ട് വിൽക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിഡ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ 60 രൂപക്ക് വാങ്ങിയപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ 40 രൂപയ്ക്ക് ഞാൻ വിറ്റപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ബിഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഫോറക്സിൽ നമുക്ക് ഇങ്ങനെ വർക്കാവുന്നത്? സിമ്പിളായി ഞാൻ വീണ്ടും ഒരു കഥ പോലെ പറഞ്ഞുതരാം. ഞാനൊരു പ്രൈസ് ഒരു 5 രൂപയ്ക്ക് ഞാൻ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലോട്ട് വന്നു. 5 രൂപയ്ക്ക് ഞാൻ ഓർഡർ അവിടെ പ്ലേസ് ചെയ്തപ്പോൾ എനിക്ക് പക്ഷേ ഞാൻ ബൈ പ്ലേസ് ആയത് 6 രൂപക്ക് ആയിരിക്കും. അവിടെ 1 രൂപ എന്ന് പറയുന്നത് ബ്രോക്കറിൻ്റെ ചാർജ് ആയിക്കാണ്ട് എടുക്കും. ഇതാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. സിമ്പിളായി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സ്പ്രെഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്ക് പ്രൈസ് ആൻഡ് ബിഡ് പ്രൈസ്. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അവിടെ നമ്മൾ 6 രൂപക്ക് വാങ്ങിയപ്പോൾ 5 രൂപക്ക് വാങ്ങിയപ്പോൾ 6 രൂപക്കാണ് അവിടെ എനിക്ക് ലഭിച്ചത്. അങ്ങനെ എനിക്ക് അവിടുത്തെ 1 രൂപ എന്താണ്? ദ ഫീ ഓഫ് ചാർജ്. അത്രയേ ഉള്ളൂ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇനി കമ്മീഷൻ എന്താ നോക്കാം. എ സെപ്പറേറ്റ് ഫീ ചാർജ്ഡ് ബൈ ദ ബ്രോക്കർ ഫോർ ഈച്ച് ട്രേഡ് യു മേക്ക്. നമ്മൾ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുമ്പോൾ അതിന് വാങ്ങുന്ന കമ്മീഷനാണ് ഒരു സ്പെഷ്യൽ ഫീ ആണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് ഓരോ ബ്രോക്കറിനും ഓരോന്നായിരിക്കും ഉണ്ടാവുക. ഇനി നോക്കുകയാണെങ്കിൽ അടുത്തൊരു ഫീ ആണ് സ്വാപ്പ് എന്ന് പറയും. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ട് ഒരു ദിവസത്തിലാറെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്വാപ്പ് ഫ്രീ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു എന്ന് കരുതുക. നമ്മൾ ഇവിടെ വരെ എത്താനാണ് കാത്തു നിൽക്കുന്നത്. പ്രൈസ് ഇവിടുന്ന് എന്ത് ചെയ്യും? ഒരു ദിവസം കഴിയും. പ്രൈസ് 24 മണിക്കൂറാവല്ലോ. പ്രൈസ് എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെയാണ് ഒരു ദിവസം അവസാനിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പ്രൈസിനെ ഞാൻ ഒരു പ്രൈസിൽ ഒരു കറൻസി പെയറിനെ ഞാൻ വാങ്ങി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഒരു ഡേ കഴിഞ്ഞിട്ടും എൻ്റെ ട്രേഡ് ക്ലോസ് ആയിട്ടില്ല. എൻ്റെ ട്രേഡ് എവിടെ ക്ലോസ് ആവുക? ഇവിടെ ക്ലോസ് ആവുന്നുള്ളൂ എങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഒരു ഡേ കഴിഞ്ഞ് പിറ്റത്തെ ദിവസമാണ് എൻ്റെ ടാർഗറ്റിലോട്ട് അല്ലെങ്കിൽ ഞാൻ കരുതിയ പ്രൈസിലോട്ട് എത്തിയത് എന്നുണ്ടെങ്കിൽ അവിടെ ബ്രോക്കർ വാങ്ങുന്ന സ്പെഷ്യൽ ഫീ ആണ് എന്തെന്ന് പറയുന്നത്? സ്വാപ്പ് എന്ന് പറയുന്നത്.
സ്വാപ്പ് എന്ന് പറയുന്നത് ബ്രോക്കർ വാങ്ങുന്ന സ്പെഷ്യൽ ഫീ ആണ്. ഇത്ര ആലോചിച്ചാൽ മതി. ഒരു ദിവസത്തിലേറെ നമ്മൾ ഒരു കറൻസി പെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് എന്നുള്ളത്. ഏതൊക്കെ ഓർഡേഴ്സ് ആണ് മാർക്കറ്റിൽ നിലവിലുള്ളത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. മാർക്കറ്റിൽ 5 തരം ഓർഡേഴ്സ് ആണുള്ളത്. മാർക്കറ്റ് എക്സിക്യൂഷൻ, ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്. ഇങ്ങനെ 5 തരം ഓർഡേഴ്സ് ആണ് മാർക്കറ്റിലുള്ളത്. മാർക്കറ്റ് എക്സിക്യൂഷൻ എന്താണെന്നും ഇതിലുള്ള ഓരോ ടേംസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ഞാൻ കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ സഹിതം ഞാൻ എന്താണ് ഇത് എല്ലാം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ 1 ഗ്രാം ഗോൾഡ്, അപ്പോൾ ഈ കഥയാണ് ഗോൾഡിൻ്റെ കഥയാണ് കേട്ടോ നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ ഒരു സ്റ്റോറി ഗോൾഡിൻ്റെ സ്റ്റോറി ബേസ് ചെയ്തിട്ടേക്കാണ് പറയാൻ നോക്കുന്നത്. 1 ഗ്രാം ഗോൾഡ് ഞാൻ എന്ത് ചെയ്യുന്നു? 1 ഗ്രാം ഗോൾഡ് ഞാൻ 5000 രൂപക്ക് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ 5000 രൂപക്ക് വാങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗോൾഡിൻ്റെ പ്രൈസ് ഇനി എങ്ങോട്ടേക്കാണ് 6000 രൂപയിലോട്ടേക്ക് പോവാനാണ് സാധ്യത എന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഗോൾഡ് വരുന്നത് 4000 രൂപക്കാണ്. 4000 രൂപയിൽ നിന്നും 5000 രൂപയായി. 5000 രൂപയിൽ നിന്നും ഇനി എങ്ങോട്ടേക്കാണ് പോകാൻ സാധ്യത? 6000 രൂപയിലോട്ടേക്കാണ് പോകാൻ സാധ്യത എന്ന് എനിക്ക് മനസ്സിലായി. 5000ത്തിൽ നിന്നും ഇനി കുറയാൻ സാധ്യതയില്ല എന്ന് മനസ്സിലായി. അതായത് ഇനി പ്രൈസ് നേരെ 6000ത്തിലേക്ക് പോകാനാണ് സാധ്യത എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോഴത്തെ പ്രൈസ് ഏതാണ്? മാർക്കറ്റിൽ ഇപ്പോൾ 5000 രൂപയാണ് പ്രൈസ് ഉള്ളത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ ഈ 5000 രൂപക്ക് ഇവിടെ നമ്മൾ മാർക്കറ്റിൽ ബൈ എക്സിക്യൂഷൻ നിൽക്കും. മാർക്കറ്റ് എക്സിക്യൂഷൻ എന്നാണ് അപ്പോൾ പറയുക. മാർക്കറ്റിൽ ഇപ്പോൾ ഏതാണോ പ്രൈസ് ഉള്ളത് അത് നമ്മൾ നിൽക്കുന്നു, അതിൽ നമ്മൾ ബൈ ചെയ്യുന്നു, എന്നിട്ട് 6000 വരെ അല്ലെങ്കിൽ നമ്മൾ കരുതിയ പ്രൈസ് വരെ ഹോൾഡ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ ഇവിടെ മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക്, ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് 100 എത്തും എന്ന് നമ്മൾ അനാലിസിസ് ചെയ്തപ്പോൾ മനസ്സിലായി. അത് 100 എത്തും എന്ന് മനസ്സിലായി നമുക്ക്. ആ പ്രൈസ് പോയത് ഇപ്പോഴത്തെ മാർക്കറ്റിലെ പ്രൈസ് എന്ന് പറയുന്നത് 49 രൂപയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ 49 നിന്നും ഇനി നേരെ 100ലോട്ടേക്കാണ് പോകാൻ സാധ്യത എന്ന് നമുക്ക് ആദ്യമായി മനസ്സിലായതോ. ഇനി ആ മാർക്കറ്റിലെ പ്രൈസിൽ നിന്നും കുറയാൻ സാധ്യതയില്ല എന്നും നമ്മൾ അനാലിസിസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ, അനാലിസിസ് എങ്ങനെ ചെയ്യണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റിലെ പ്രൈസ് എത്രയാണോ ആ മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റ് എക്സിക്യൂഷൻ ചെയ്യും. എങ്ങനെ മാർക്കറ്റ് എക്സിക്യൂഷൻ പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിൽ ബൈ ലിമിറ്റ്, മാർക്കറ്റ് എക്സിക്യൂഷനിൽ ബൈ ഓർഡർ പ്ലേസ് ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഇപ്പോഴത്തെ മാർക്കറ്റിലെ പ്രൈസ് എത്രയാണോ അതിൽ നമ്മൾ ബൈയോ സെല്ലോ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. സിമ്പിളായി തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു തരാം. മാർക്കറ്റിൽ ബുള്ളിഷ് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. മാർക്കറ്റിൽ നല്ല ബുള്ളിഷ് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് എത്തി. എത്തിയാണ് നിങ്ങൾക്ക് മനസ്സിലായി പ്രൈസ് ഇനി താഴോട്ടേക്ക് പോകാൻ സാധ്യതയില്ല, ഇനി നേരെ മുകളിലോട്ടേക്ക് പോകാനാണ് സാധ്യത എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു ലെവലിൽ തന്നെ, ഇപ്പോഴത്തെ മാർക്കറ്റിലെ പ്രൈസ് എത്രയാണോ ഈ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് എക്സിക്യൂഷൻ നിൽക്കും. ഈ ഒരു മാർക്കറ്റ് എക്സിക്യൂഷൻ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? നേരെ മാർക്കറ്റിൽ ഏതാണോ പ്രൈസ് ഉള്ളത് ആ ഒരു ലെവലിൽ നിന്നും ബൈ ഓർഡർ പ്രൈസ് ആവുന്നു. അവിടെ നിന്നും നേരെ നമ്മളെ മുകളിലോട്ടേക്ക് പോകാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നേരെ നമ്മൾ പ്രൈസ് എന്ത് ചെയ്യുന്നു? നേരെ മുകളിലോട്ടേക്ക് പോകുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ മാർക്കറ്റ് എക്സിക്യൂഷനിൽ ഡൗട്ട് ഇല്ലാതെ തന്നെ ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഇനി എന്താണ് ബൈ ലിമിറ്റ് എന്നും എന്താണ് സെൽ ലിമിറ്റും എന്ന് നോക്കാം. ബൈ ലിമിറ്റ് എന്താണെന്ന് നോക്കിയാൽ മാർക്കറ്റ് ഇപ്പോൾ ബുള്ളിഷിലേക്ക് നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ മുകളിലോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ലെവലിലേക്ക്, ഇത് ഞാൻ ഓരോ ലെവലിലേക്ക് പ്രൈസ് എഴുതി തരാം. ഇത് 50 രൂപ, ഇത് 100 രൂപ, ഇത് 80 രൂപ, ഇത് 100 രൂപ, സോറി, ഇത് 100 രൂപ, ഇത് 80 രൂപ. ഇനി മാർക്കറ്റ് മനസ്സിലായി, ഇനി എന്തായാലും ഒരു 110
രൂപ വരെ എത്താൻ സാധ്യതയുണ്ട് എന്ന്. ഈ 110 രൂപ വരെ, ഇവിടെയാണ് 110 രൂപ എന്ന് കരുതാം. പ്രൈസ് 110 രൂപ വരെ എന്തായാലും വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ പ്രൈസ് ഇപ്പോൾ വന്നിട്ടില്ലല്ലോ, അത് സാഹചര്യം നമ്മൾ പറഞ്ഞതാണ്. 110 വരെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു 110 വരെ എത്താൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ഇവിടെ ഒരു ബൈ ലിമിറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ബൈ ലിമിറ്റ് ഓർഡർ പ്രൈസ് ചെയ്യും. എന്താണ് ബൈ ലിമിറ്റ് ഓർഡർ? പ്രൈസ് ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ ആദ്യമേ പറയുന്നതിനാണ് ബൈ ലിമിറ്റ് എന്ന് പറയുന്നത്. സോ പ്രൈസ് ഇനി എപ്പോഴെങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് എത്തുവാണെങ്കിൽ, ഇങ്ങനെ പ്രൈസ് ഇനി ഈ ഒരു ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ, അത് നമ്മൾ ഫോണിലാണെങ്കിൽ ഏത് ഡിവൈസിലാണോ അത് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് താഴെ തന്നെ മാർക്കറ്റിൽ എക്സിക്യൂട്ട് ആവുകയും ആ ഒരു ലെവലിൽ നിന്ന് നമ്മളെ മാർക്കറ്റ് ഓർഡർ പ്രൈസ് ആവുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു, എന്നിട്ട് ബുള്ളിഷിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് ബൈ ലിമിറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ഉള്ളൂ. ഞാൻ സെല്ലിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞുതരാം. മാർക്കറ്റ് താഴോട്ടേക്ക് പോന്നുകൊണ്ട് നിൽക്കുകയാണ്. മാർക്കറ്റിൽ മനസ്സിലായി ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് വീണ്ടും എത്തുകയാണെങ്കിൽ, ഈ ഒരു ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടുന്ന് വീണ്ടും താഴോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നു. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെയാണ് നമ്മൾ സെൽ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ സെൽ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നു, എന്നിട്ടേക്ക് താഴത്തേക്ക് പോകുമെന്ന് കരുതുന്നു. ഇനി ഈ ഒരു പ്രൈസ് ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുകയും ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയതിനു ശേഷം നേരെ പ്രൈസ് താഴോട്ടേക്ക് പോവുകയും ചെയ്യുന്നു, നമുക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്താണ് ബൈ ലിമിറ്റ് എന്നും സെൽ ലിമിറ്റ് എന്നും പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എന്താണ് ബൈ സ്റ്റോപ്പ് എന്നും എന്താണ് സെൽ സ്റ്റോപ്പ് എന്നും നോക്കാം. ബൈ സ്റ്റോപ്പ് എന്താണെന്നും സെൽ സ്റ്റോപ്പ് എന്താണെന്നും ഇപ്പോൾ ബുള്ളിഷ് മാർക്കറ്റ് ഇപ്പോൾ നല്ല ബുള്ളിഷിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായി പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് ഇനി എത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വീണ്ടും ബുള്ളിഷ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ ബൈ സ്റ്റോപ്പ് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ മാർക്കറ്റ് നിങ്ങൾ കരുതിയ പോലെ തന്നെ ഇവിടുന്ന് ബുള്ളിഷിലേക്ക് വീണ്ടും കയറി പോവുകയാണെങ്കിൽ, ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് വീണ്ടും എത്തുകയാണെങ്കിൽ നമ്മളുടെ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവുകയും നമ്മൾ ഓർഡർ വെച്ചെങ്ങാണ്ട് എന്ത് ചെയ്യുന്നു? ബുള്ളിഷിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് ബൈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ. എവിടെയാണ് നമ്മൾ മുകളിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്നും മുകളിൽ നമ്മൾ ബൈ സ്റ്റോപ്പ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് എത്തുകയാണെങ്കിൽ നമ്മളെ ഓർഡർ വെച്ചെങ്ങാണ്ട് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോകുന്നു. ഇനി എന്താണ് സെൽ സ്റ്റോപ്പ് ചെയ്യുന്നത്? മാർക്കറ്റ് ഇപ്പോൾ നല്ല ബെയറിഷിലേക്ക് പോകുന്നോണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ ബെയറിഷിലേക്ക് പോകുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മാർക്കറ്റിൽ ഈ ഒരു ലെവലിലേക്ക് എത്തിയാൽ താഴോട്ടേക്ക് നല്ല രീതിയിൽ തന്നെ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യും? സെൽ സ്റ്റോപ്പ് ഓർഡർ നൽകും. എന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ആ സെൽ സ്റ്റോപ്പ് ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവുകയും വീണ്ടും താഴോട്ടേക്ക് നമ്മൾ ഓർഡർ പ്ലേസ് ആയിക്കാണ്ട് താഴോട്ടേക്ക് വീണ്ടും കണ്ടിന്യൂ പോവുകയും എന്ന് കരുതുന്നു. ഇതിനാണ് ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ് എന്നും പറയുന്നത്. ഇതിന് സെൽ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഈ 5 ഓർഡേഴ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഒരു ബ്രീഫായി കണ്ട് ഒന്നും കൂടെ പറഞ്ഞു തരാം. മാർക്കറ്റ് എക്സിക്യൂഷൻ പറഞ്ഞാൽ പ്രൈസ് ഇപ്പോൾ മുകളിലോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് ആണെങ്കിൽ ഈ ഒരു പ്രൈസിൽ ഈ ഒരു ലെവൽ വരെ എത്താൻ സാധ്യതയുണ്ട് മനസ്സിലായി. മാർക്കറ്റിൽ ഇപ്പോൾ ഏതാണോ പ്രൈസ് ആ ഒരു ലെവലിൽ നിന്ന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഇതിനാണ് മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ബൈ ലിമിറ്റ് എന്നുള്ളത്? ഞാൻ പറഞ്ഞുതരാം. ബൈ ലിമിറ്റ് എന്നുള്ളത് പ്രൈസ് ഇങ്ങനെ മുകളിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ താഴോട്ടേക്ക്, ഏതായാലും പ്രൈസ് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആദ്യമേ മാർക്കറ്റിൽ എങ്ങനെയായിരുന്നു? മാർക്കറ്റിൽ ലൈവിൽ വേണം, ഈ ഒരു ലെവലിലേക്ക് എത്തിയാൽ നമ്മൾ ലൈവിൽ വേണം എക്സിക്യൂഷൻ ചെയ്യാൻ. പക്ഷേ ഇവിടെ ബൈ ലിമിറ്റ് ആകുമ്പോൾ ഇവിടെ ആദ്യമേ എത്തുകയാണെങ്കിൽ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് മനസ്സിലായാൽ ഇവിടെ നമ്മളൊരു ബൈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യും. ഈ ഒരു ബൈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്താൽ ഇനി മാർക്കറ്റിൽ ഏത് സമയത്തോ ഈ ഒരു ലെവലിൽ നമ്മൾ മാർക്കറ്റിൽ ഉണ്ടോ ഇല്ലേ ഒന്നും ഇവിടെ റെക്കഗ്നൈസ് അല്ല, ഈ ഒരു ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നേരെ മാർക്കറ്റിൽ നമ്മൾ ഓർഡർ പ്ലേസ് ആവുകയും നമ്മൾ ഓർഡർ വെച്ച് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഇതാണ് ബൈ ലിമിറ്റ് എന്ന് പറയുന്നത്.
ഇനി എന്താണ് സെൽ ലിമിറ്റ് എന്ന് നോക്കാം. സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പ്രൈസ് താഴോട്ടേക്ക് പോകുന്നതുകൊണ്ടാണ് ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റിലെ പ്രൈസ് ഉള്ളത്. നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യമേ സെൽ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഈ സെൽ ലിമിറ്റ് ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ഡയറക്റ്റ് MT5 പോയതിന് ശേഷം ഞാൻ കാട്ടിത്തരാം. ഇപ്പോൾ തിയറി ഭാഗം മാത്രം നിങ്ങൾ നോക്കുക. ഈ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുന്നു, സെൽ ലിമിറ്റ് പ്ലേസ് ചെയ്യുന്നു. ഇനി നമ്മൾ മാർക്കറ്റിൽ ഉണ്ടോ ഇല്ലേ എന്നൊന്നുമില്ല, മാർക്കറ്റിൽ പ്രൈസ് എപ്പോഴാണോ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത് അവിടെ നമ്മൾ സെൽ ഓർഡർ പ്ലേസ് ആവുകയും താഴോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്, സെൽ ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി ബൈ സ്റ്റോപ്പ് എന്താണ്, സെൽ സ്റ്റോപ്പ് എന്താണെന്ന് ഇവിടെ പറഞ്ഞുതരാം. ബൈ സ്റ്റോപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇപ്പോൾ നല്ല ബുള്ളിഷ് ആണ്, ഈ ഒരു ലെവലിലേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും നല്ല ബുള്ളിഷ് ആവാൻ സാധ്യതയുണ്ട് എന്നെങ്കിൽ നമ്മൾ ഇവിടെ ബൈ സ്റ്റോപ്പ് പ്ലേസ് ചെയ്യുന്നു. ഇനി നമ്മൾ മാർക്കറ്റിൽ ഉണ്ടോ ഇല്ലേ ഒന്നും റെക്കഗ്നൈസ് അല്ലാതെ മാർക്കറ്റ് വീണ്ടും ആ പ്രൈസിലേക്ക് എത്തുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവുകയും നേരെ ബുള്ളിഷ് പോവുകയും ചെയ്യുന്നു. ഇനി എന്താണ് സെൽ സ്റ്റോപ്പ് എന്നത്, മാർക്കറ്റ് താഴോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ലെവലിലേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിലേക്ക് തട്ടുകയാണെങ്കിൽ വീണ്ടും നല്ല ബെയറിഷിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ അനാലിസിസ് ചെയ്ത് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വീണ്ടും പ്രൈസ് എത്തുമ്പോൾ നമ്മൾ ഇവിടെ സെൽ സ്റ്റോപ്പ് എക്സിക്യൂട്ട് ആവുകയും നമ്മളെ ഇട്ട് വെച്ച സെൽ സ്റ്റോപ്പ് എക്സിക്യൂട്ട് ആവുകയും നമ്മൾ ട്രേഡും വെച്ചുകൊണ്ട് അടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും 5 തരം ഓർഡേഴ്സും കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി MT5 എങ്ങനെ ഈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാമെന്ന് ഞാൻ കാട്ടിത്തരാം.